Dear students, welcome to our accountancy classroom. Admission of a partner എന്ന ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഗുഡ്വിൽ എന്ന ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഗുഡ്വിൽ അതിനെ എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ ടുഡേസ് ടോപ്പിക് ഈസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ. The incoming partner who acquires his share in the profits of the firm from the existing partners brings in some additional amount to compensate them for loss of their share in super profits. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഗുഡ്വില്ലിൻ്റെ നെസസിറ്റി. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ ഗുഡ്വിൽ കണ്ടുപിടിക്കാനുള്ള കാരണം എന്താണെന്നുള്ള നേരത്തെ പറഞ്ഞതാണ്. പുതിയ ഒരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ജോയിൻ ചെയ്ത അന്ന് മുതൽ സ്ഥാപനത്തിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റിൽ അവകാശം ലഭിക്കുകയാണ്. ആ അവകാശം പഴയ പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്ത് ഉണ്ടാവുന്നതാണ്. ആ ഒരു സാക്രിഫൈസിന് കിട്ടുന്ന കോമ്പൻസേഷനാണ് ഗുഡ്വിൽ. അതായത് പുതിയ പാർട്ട്ണർ പഴയ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ എമൗണ്ട് ആണ് ഗുഡ്വിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ടേംഡ് ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. ആ കൊണ്ടുവരുന്ന എമൗണ്ടിനെയാണ് ആ പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. പുതിയ പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ എന്ന പേര് അറിയപ്പെടുന്നു. ഈ ഒരു ടേം മറ്റൊരു തരത്തിൽ പ്രീമിയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ. Alternately, he may agree that goodwill account be raised in the books of the firm by giving the necessary credit to the old partners. ഇതിൻ്റെ ഫലമായിട്ട് ന്യൂ പാർട്ട്ണർ ഓൾഡ് പാർട്ട്നേഴ്സിന് ചില ധാരണ പ്രകാരം ഒരു അഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു സമ്മതം കൊടുക്കുകയാണ്. ഓൾഡ് പാർട്ട്നേഴ്സിന് ഈ പുതിയ പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്ന എമൗണ്ട് ഓഫ് ഗുഡ്വില്ലിന് പകരമായിട്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരു ക്രെഡിറ്റ്, അതായത് അത്രയും തത്തുല്യമായ എമൗണ്ടിനുള്ള ക്രെഡിറ്റ് അനുവദിക്കാമെന്നാണ് ഇതുകൊണ്ട് പറയുന്നത്. ദസ് വെൻ എ ന്യൂ പാർട്ട്ണർ ഈസ് അഡ്മിറ്റഡ് ഗുഡ്വിൽ ക്യാൻ ബി ട്രീറ്റഡ് ഇൻ ടു വേസ്. രണ്ട് രീതിയിൽ നമ്മളുടെ ഗുഡ്വിൽ എമൗണ്ടിനെ ട്രീറ്റ് ചെയ്യാം. First one is premium method and another one is revaluation method. First discussion, premium method. This method is followed when the new partner pays his share of goodwill in cash. എപ്പോഴാണോ പുതിയ പാർട്ട്ണർ ഗുഡ്വിൽ എമൗണ്ട് ക്യാഷ് ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്, ആ എമൗണ്ടാണ് പ്രീമിയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഗുഡ്വിൽ ട്രീറ്റ്മെൻറ്റിൽ ക്യാഷ് പുതിയ പാർട്ട്ണർ കൊണ്ടുവരികയാണെങ്കിൽ ആ പാർട്ടിനെയാണ് പ്രീമിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി എമൗണ്ട് ഓഫ് പ്രീമിയം ബ്രോട്ട് ഇൻ ബൈ ദ ന്യൂ പാർട്ട്ണർ ഈസ് ഷെയർഡ് ബൈ ദി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ സാക്രിഫൈസിങ് റേഷ്യോ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഏരിയയാണ് ഈ കൊണ്ടുവരുന്ന ഗുഡ്വിൽ എമൗണ്ട് എങ്ങനെയാണ് ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു സംശയവും വേണ്ട. സാക്രിഫൈസിങ് റേഷ്യോ എന്ന ഒരു കാൽക്കുലേഷൻ പഠിച്ച സമയത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരേ ഒരു പർപ്പസ് എന്ന് പറയുന്നത് കൊണ്ടുവരുന്ന ഗുഡ്വിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോയിലാണ് പ്രീമിയം പഴയ പാർട്ട്നേഴ്സിന് പുതിയ പാർട്ട്ണർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. If this amount is paid to the old partners directly or privately by the new partner, no entry is made in the books of the firm. നമ്മൾ പ്രീമിയം മെത്തേഡ് ഉപയോഗപ്പെടുത്തുന്നത് എപ്പോഴാണോ ബിസിനസ്സിലൂടെ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ഉൾപ്പെടുത്തുന്നത് അപ്പോഴാണ് പ്രീമിയം മെത്തേഡ് ഉപയോഗപ്പെടുത്തുന്നത്. ചില സാഹചര്യത്തിൽ ഔട്ട്സൈഡ് സെറ്റിൽമെൻറ്റ് നടത്താറുണ്ട്. എന്താണ് ഈ ഔട്ട്സൈഡ് സെറ്റിൽമെൻറ്റ്? ബിസിനസ്സിൻ്റെ പുറത്തു നിന്ന് ഒരു പാർട്ട്നേഴ്സ് അല്ലാതെ ഇത്രയും എമൗണ്ടുകൾ ഇവർക്ക് സാക്രിഫൈസ് സംഭവിച്ചിട്ടുണ്ട്, അത് ഡയറക്റ്റ്ലി ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നതിനാണ് ഔട്ട്സൈഡ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈവറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് ആ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ എമൗണ്ട് എത്ര എന്നുള്ളത് പുതിയ പാർട്ട്ണർ പഴയ പാർട്ട്ണർക്ക് ബിസിനസ്സിനെ പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നല്ല സൗകര്യമാണ്. നോ എൻട്രി ഈസ് മെയ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. അല്ലാത്ത സാഹചര്യത്തിലാണ് ബിസിനസ്സിലൂടെ ആ ട്രീറ്റ്മെൻറ്റ് പോകണമെന്ന് പറയുമ്പോഴാണ് നമ്മൾ പ്രീമിയം മെത്തേഡ് ഉപയോഗിക്കുന്നത്. But when the amount is paid through the firm, which is generally the case, the following journal entries are passed. ഈ സാഹചര്യമാണ് നമ്മൾ കൂടുതലും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്നത്. പുതിയ പാർട്ട്ണർ ക്യാഷ് കൊണ്ടുവരുന്നു, പഴയ പാർട്ട്നേഴ്സിന് വിതരണം ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ജേർണൽ എൻട്രി പഠിക്കാനുണ്ട്.
ക്യാഷ് ബിസിനസ്സിലേക്ക് വരികയാണ്. എന്തായിട്ടാണ് വരുന്നത്? ഗുഡ്വില്ലിന്റെ ഫോമിലാണ് വരുന്നത്. അപ്പോൾ ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് ടേം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതാണ് ബിസിനസ്സിൽ ഉപയോഗിക്കാറുള്ളത്. അല്ലാതെ പ്രീമിയം എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്മൾ ജേണൽ എൻട്രിയിൽ ഉപയോഗപ്പെടുത്താറില്ല. അതുകൊണ്ട് പ്രീമിയം എന്ന ക്യാഷായി വരുന്ന ആ ഒരു ഐറ്റത്തെ ഗുഡ്വിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ക്യാഷ് വരുന്നു, എന്തായിട്ട് വരുന്നു? ഗുഡ്വിൽ അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ഗുഡ്വിൽ എന്ന ഒരു അക്കൗണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് എഴുതുന്ന ജേണൽ എൻട്രി. ഇനി ഇങ്ങനെ കൊണ്ടുവരുന്ന ഗുഡ്വിൽ ആർക്കാണ് അവകാശപ്പെടുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സിനാണ്. അപ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? സാക്രിഫൈസിങ് റേഷ്യോയിലും. അപ്പോൾ സെക്കൻഡ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഗുഡ്വിൽ അക്കൗണ്ട് അറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് ഇൻഡിവിജ്വലി എഴുതണം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആ എമൗണ്ട് എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്ത എമൗണ്ട് ഓരോ പാർട്ട്നേഴ്സിനും പ്രത്യേകം പേര് എഴുതി കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ പ്രീമിയം മെത്തേഡിൻ്റെ ഏറ്റവും സിമ്പിളായുള്ള ജേണൽ എൻട്രി ഗുഡ്വിൽ കൊണ്ടുവന്നാൽ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ഗുഡ്വിൽ അക്കൗണ്ട്. ആ എമൗണ്ട് ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്വിൽ അക്കൗണ്ട് അറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദെയർ സാക്രിഫൈസിങ് റേഷ്യോ. ഇത് ഗുഡ്വിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ നമ്മൾക്ക് കാണിക്കാൻ പറ്റും. ആ ഒരു മെത്തേഡിനാണ് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. സെയിം ജേണൽ എൻട്രിയെ എങ്ങനെയാണ് ഓൾട്ടർനേറ്റീവ് മെത്തേഡിലേക്ക് കാണിക്കുക എന്ന് പറഞ്ഞാൽ ക്യാഷ് കൊണ്ടുവരുന്നു. ക്യാഷ് കൊണ്ടുവരുന്നത് അൾട്ടിമേറ്റ് ഇത് ആർക്കാണ് കൊടുക്കുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാം? നമ്മൾക്ക് ക്യാഷ് ബിസിനസ്സിലേക്ക് ന്യൂ പാർട്ട്ണർ കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നു. ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് ഗുഡ്വിൽ എന്ന് പറയുന്നത് നേരത്തെ ജേണൽ എൻട്രിയിൽ ഗുഡ്വിൽ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ സെയിം എമൗണ്ടിനെ ഗുഡ്വിൽ ഡെബിറ്റ് ചെയ്യുകയാണ്. അപ്പം ഒരു ഡെബിറ്റ് എമൗണ്ട് ഒരു ക്രെഡിറ്റ് എമൗണ്ട് സെയിം വന്നത് തൊട്ടടുത്ത ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാമല്ലോ. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളിവിടെ രണ്ടാമത്തെ ജേണൽ എൻട്രി കാണിക്കുകയാണ്. എങ്ങനെയാണ് കാണിക്കുന്നത്? കൊണ്ടുവന്ന ന്യൂ പാർട്ട്ണറുടെ പേരിൽ, അതായത് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ നേരത്തെ ക്രെഡിറ്റ് ചെയ്യുന്നത് അതിനെ ഇപ്പം ഇങ്ങോട്ട് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ഇത് അൾട്ടിമേറ്റ് ആയിട്ട് ആർക്കാണ് അവകാശപ്പെട്ടത്? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു നെറ്റ് ഇഫക്റ്റ് നോക്കൂ. ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, അൾട്ടിമേറ്റ്ലി ആർക്ക് കിട്ടി? ഓൾഡ് പാർട്ട്നേഴ്സിന് കിട്ടി. ഓക്കെ, അതാണ് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഈ ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുത്തു. ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ന്യൂ പാർട്ട്ണർക്ക് ഡെബിറ്റും കൊടുത്തു. അപ്പോൾ ഒരു ക്രെഡിറ്റും ഒരു ഡെബിറ്റും ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിപ്പോൾ. സെയിം ബാലൻസ് ആണ്, ക്യാൻസൽ ആയിപ്പോൾ. നെറ്റ് ഇഫക്റ്റ് ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി കൊണ്ടുവന്നിരിക്കുന്ന എമൗണ്ട് ഓൾഡ് പാർട്ട്നേഴ്സ് ഈ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ വിചാരിച്ചു. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് രണ്ടാമത്തെ അല്ല, ഈ ജേണൽ എൻട്രി എങ്ങനെ വരും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാഷ് വിഡ്രോ ചെയ്യുകയാണ് ബിസിനസ്സിൽ നിന്ന്. അപ്പം എമൗണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു എന്താണ് ബിസിനസ്സിൽ നിന്നും ഇല്ലാതാവുന്നത്? ക്യാഷ് അക്കൗണ്ടാണ് പോകുന്നത്. അപ്പം എമൗണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുവന്ന ഗുഡ്വിൽ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ആ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ജേണൽ എൻട്രിയാണ് അവിടെ എഴുതേണ്ടുന്നത്. ഓക്കെ, ഒരു ഇല്ലിസ്ട്രേഷൻ 3 കേസസ് പറഞ്ഞുകൊണ്ടുള്ള ഇല്ലിസ്ട്രേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇല്ലിസ്ട്രേഷനാണ്. സുനിൽ ആൻഡ് ദലീപ് എന്ന് പറയുന്ന പാർട്ട്നേഴ്സാണ്. 5:3 ആണ് ഓൾഡ് റേഷ്യോ. 1/5 ഷെയർ വിട്ടുകൊടുത്തുകൊണ്ട് സച്ചിൻ എന്ന് പറയുന്ന ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സച്ചിൻ 20,000 ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. അപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവന്നുള്ള ജേണൽ എൻട്രി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് 20,000. അത് കൂടാതെ എന്ത് കൊണ്ടുവരുന്നു? 4,000 ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ആണോ അല്ല ഫേം ഗുഡ്വിൽ ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജേണൽ എൻട്രിയിൽ ഉൾപ്പെടുത്താം. ഫേം ഗുഡ്വിൽ ആണെങ്കിൽ ആ പാർട്ട്ണറുടെ ഷെയർ എത്രയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ പ്രോബ്ലത്തിൽ നമുക്ക് വളരെ സിമ്പിളാണ്. ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ എന്ന് പറയുകയാണ് 4,000 ആണ്. അപ്പം 3 കേസിൽ പറയുന്നു. ആദ്യം when the amount of goodwill is retained in the business, കൊണ്ടുവന്ന എമൗണ്ട് ബിസിനസ്സിൽ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചാൽ. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ക്യാഷ് ക്യാപിറ്റൽ കൊണ്ടുവന്ന ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സച്ചിൻസ് ക്യാപിറ്റൽ. സെയിം ടൈം 4,000 അഡീഷണൽ എമൗണ്ട് എന്തായിട്ട് കൊണ്ടുവന്നു? ഗുഡ്വിൽ ആയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അത് കാണിക്കണം. ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ഗുഡ്വിൽ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സച്ചിൻസ് ക്യാപിറ്റൽ ടു ഗുഡ്വിൽ എന്ന് പറഞ്ഞ് ടോട്ടൽ ചെയ്ത് കോമ്പൗണ്ട് ജേണൽ എൻട്രി ആക്കിയിട്ട് എഴുതാം. ഇനി അടുത്ത ട്രീറ്റ്മെന്റ് എന്താണ്? ഈ ഗുഡ്വില്ലിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഗുഡ്വിൽ അക്കൗണ്ട് അറ്റഡ് ടു
ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? സുനിലും ദിലീപും. അപ്പോൾ ഈ പറയുന്ന ദിലീപിന് സുനിലിനും ദിലീപിനും എത്ര എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 4000 വീതം വെക്കണം. അതെങ്ങനെയാണ് വീതം വെക്കുന്നത്? 5:3 എന്ന് പറയുന്ന ഓൾഡ് റേഷ്യോ തന്നെയാണ് ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4000ന് 5/8 സുനിലിനും 3/8 ദിലീപിനും കൊടുത്തിട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ആ ഒരു ജേണൽ എൻട്രി കാണിക്കുന്നത്. ഈ ഒരു ജേണൽ എൻട്രി നമുക്ക് ഓൾട്ടർനേറ്റീവ് മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്ന് അടുത്തത് നോക്കാം. നേരത്തെ പറഞ്ഞിരുന്നു, ക്യാഷ് കൊണ്ടുവന്നാൽ ക്യാഷ് കാണിക്കണം. ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സച്ചിൻസ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ എമൗണ്ടിലേക്ക് 24,000 കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് 4,000 മാത്രം ഗുഡ്വില്ലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ സച്ചിൻ്റെ നേരത്തെ അധികം ക്രെഡിറ്റ് ചെയ്ത് 4,000 ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ സച്ചിൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് സുനിലിനും ദിലീപിനും എത്രയാണെന്നുള്ളത്, അവരെ ക്രെഡിറ്റ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ ഓൾഡ് റേഷ്യോ തന്നെയായിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അടുത്ത രണ്ടാമത്തെ കേസായ ബി ആണ്. വെൻ ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഈസ് ഫുള്ളി വിഡ്രോൺ. നേരത്തെ എഴുതിയിരിക്കുന്ന ജേണൽ എൻട്രിയിൽ നിന്നും, അപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി സെക്കൻഡ് ജേണൽ എൻട്രി നിങ്ങൾക്കറിയാം എന്തായിരുന്നു? ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ഗുഡ് വിൽ അക്കൗണ്ട് ആയിരുന്നു. രണ്ടാമത്തേതിൽ ഗുഡ് വിൽ അക്കൗണ്ട് അറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഈ എമൗണ്ടിൽ നിന്നും ഫുൾ എമൗണ്ട് ഈ പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതാണ് സി, അല്ലെങ്കിൽ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ വരും? എമൗണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് ഡെബിറ്റ് കൊടുക്കണം. ക്യാഷ് ആണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ദിലീപ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ ആ പ്രത്യേക കേസ് മാത്രം നമുക്കിവിടെ ജേണൽ എൻട്രിക്ക് എഴുതണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളുടെ സൗകര്യപൂർവ്വമാണ് 1ഉം 2ഉം റിപ്പീറ്റ് ചെയ്യാത്ത. 1 ജേണൽ എൻട്രി 2 ജേണൽ എൻട്രി നിർബന്ധമായും എഴുതിയിരിക്കണം, മറക്കരുത്. മൂന്നാമത്തത് മാത്രം ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇനി സി കേസ് എന്താ? വെൻ 50% ഓഫ് ദി എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഈസ് വിഡ്രോൺ. ഈ സാഹചര്യത്തിൽ നിന്നും ഒരു പാർട്ട് എമൗണ്ട് മാത്രം, ഗുഡ് വിൽ കൊണ്ടുവന്ന ഗുഡ് വിൽ എമൗണ്ടിൽ നിന്ന് പാർട്ട് എമൗണ്ട് മാത്രമാണ് വിഡ്രോ ചെയ്യുന്നത് എങ്കിൽ എങ്ങനെ വരുന്നു നോക്കാം. ജേണൽ എൻട്രിക്കൊന്നും ഒരു മാറ്റവുമില്ല, എമൗണ്ട് മാത്രം പകുതിയാക്കി കുറയ്ക്കണം. അപ്പം 4,000ന്റെ ഹാഫ് എന്ന് പറയുന്നത് 2,000 ആണ്. അതിൻ്റെ 5:3 എന്ന് കണ്ടാൽ മതി. അപ്പോൾ നേരത്തെ ജേണൽ എൻട്രി 1, 2 ഓർമ്മ ഉണ്ടായിരുന്നല്ലോ. ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ഗുഡ് വിൽ. രണ്ടാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഗുഡ് വിൽ അക്കൗണ്ട് അറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദർ സാക്രിഫൈസിങ് റേഷ്യോ. ഇനി മൂന്നാമത്തെ ജേണൽ എൻട്രി മാത്രം ഇവിടെ പ്രത്യേകം എടുത്ത് പറയാം. സുനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് 2000ന്റെ 5/8 കാണണം. ദിലീപിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 2000ന്റെ 3/8 കാണണം. ഇത്രയാണ് ഈ ഒരു ജേണൽ എൻട്രിയിൽ നമ്മൾക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രീമിയം മെത്തേഡിൽ തന്നെ ചില സാഹചര്യത്തിൽ ഗുഡ് വിൽ ഓൾറെഡി ബാലൻസ് ഷീറ്റിൽ കാണിക്കാറുണ്ട്. അതിനെയാണ് വെൻ ഗുഡ് വിൽ ഓൾറെഡി എക്സിസ്റ്റഡ് ഇൻ ബുക്സ്. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഈ എക്സിസ്റ്റിംഗ് ഗുഡ് വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പം എക്സിസ്റ്റിംഗ് ഗുഡ് വില്ലിന് റൈറ്റ് ഓഫ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഗുഡ് വിൽ എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. ആ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ ഓൾഡ് പാർട്ട്നേഴ്സിനാണ് എക്സിസ്റ്റിംഗ് ഗുഡ് വില്ലിന് അവകാശമുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പ്രത്യേക പ്രോബ്ലത്തിൽ പെട്ടെന്ന് പറയാം. ശ്രീകാന്ത്, രാമൻ എന്ന് പറയുന്ന 2 പേരാണ്. അവരിലേക്ക് ആര് വന്നു? വെങ്കട് എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ വന്നു. അവർ ഗുഡ് വില്ല് ഷെയർ ചെയ്തു. ആദ്യം ഗുഡ് വില്ല് കൊണ്ടുവന്നു, അത് ഷെയർ ചെയ്തു. ഇനി ആ മൂന്നാമത്തത് മാത്രമാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ എന്ന് പറയുന്നത് എത്രയാണ് പറയുന്നത്? 24,000 ആണ് നമ്മൾ പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്നത്. എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ 12,000 ഓൾറെഡി ബുക്കിലുണ്ട്. അപ്പോൾ ഈ 12,000 നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ഗുഡ് വിൽ അക്കൗണ്ട്. ഇവിടെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? ശ്രീകാന്തും രാമനും. ഗുഡ് വില്ല് എമൗണ്ട് എന്ന് പറയുന്നത് 12,000 ആണ്. ഈ എക്സിസ്റ്റിംഗ് ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾഡ് റേഷ്യോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 12,000നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള റേഷ്യോ പ്രകാരം 3:2, 7,200 ശ്രീകാന്തിനും 4,800 രാമനും. അപ്പോൾ ഈ ചോദ്യത്തിലും തേർഡ് ജേണൽ എൻട്രി മാത്രമാണ് ഞാൻ എക്സ്ട്രാ എടുത്ത് പറയുന്നത്. പഴയ 1ഉം 2ഉം പഴയ ഭാഗം തന്നെ. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രീമിയം മെത്തേഡ് എന്ന ഭാഗത്തിൽ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ എന്നത് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.